നമസ്കാരം. പുതിയ ഗതാഗത മന്ത്രി ഗണേശൻ മാസാവുകയാണ്. നല്ല അടിപൊളി നീക്കങ്ങളാണ് നടത്തുന്നത്. നല്ല നിലപാടുള്ള നീക്കങ്ങൾ. ആളില്ലാത്ത ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡീസൽ വെറുതെ കത്തിച്ചു കളഞ്ഞു. ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ഗുണ്ടായിസം കാണിക്കുകയും ചെയ്തു താൽക്കാലിക ജീവനക്കാരൻ, KSRTCയിലെ താൽക്കാലിക ഡ്രൈവർ. ഈ ഡ്രൈവറെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. പാർട്ടിയുമായി പിടിപാടുള്ള ആളെയാണ് തൂക്കി പുറത്തിട്ടത്. ഒന്നും നോക്കിയില്ല, മുഖം നോക്കാതെയുള്ള നടപടി. എന്തായാലും ഈ നടപടിയെടുത്ത ഗണേഷ് കുമാറിന് നിറഞ്ഞ കയ്യടിയാണ് ജനങ്ങളുടെ പക്കൽ നിന്ന് കിട്ടുന്നത്. തോന്നും പോലെ എന്തും കാണിക്കാമെന്ന് ഇനി ആരും കരുതണ്ട. യൂണിയനുകളെ പേടിച്ച് മിണ്ടാതെ ഇരിക്കുന്ന ആന്റണി രാജു അല്ല ഗണേഷ് കുമാർ എന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. പുതിയ മന്ത്രി വന്നതിന്റെ മാറ്റം വകുപ്പിൽ ശരിക്കും കാണാനുമുണ്ട്. CMDയുടെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി വന്നു. യൂണിയൻ നേതാക്കളുടെയും രാഷ്ട്രീയ പരിചയങ്ങളുടെയും പിൻബലത്തിൽ ഇനി കാര്യങ്ങൾ നടക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിലൂടെ മന്ത്രി. 2 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ P. ബൈജുവിനെയാണ് പിരിച്ചുവിട്ടത്. ഇതേ ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീജിത്ത് രവി, പാറശാല യൂണിറ്റിൽ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ചാർജ്മാൻ K. സന്തോഷ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡീസൽ പാഴാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ഈ നടപടികളിലും ചർച്ചയാക്കുകയാണ് CMD. ഇനി എല്ലാ യൂണിറ്റുകളിലും CMD അപ്രതീക്ഷിത സന്ദർശനം നടത്തും. മന്ത്രി ഗണേശും ഇത് ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തന വീഴ്ചകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് നീക്കം. യൂണിയനുകളുടെ അതിപ്രസരത്തെ വകവയ്ക്കാതെയുള്ള വിപ്ലവമാണ് ഈ നടപടികൾ. ഇതിനെ യൂണിയനുകൾ ഇനി എങ്ങനെ നേരിടുമെന്ന ചോദ്യമാണ് ഉയരുന്നതും. യൂണിയനുകളെ എതിർത്ത് സുഗമമായി മുന്നോട്ട് പോകാനാകില്ല. പ്രത്യേകിച്ച് KSRTC ഭരിക്കുന്നത് യൂണിയനുകളാണ്. എന്നാൽ ആ കീഴ്വഴക്കമൊക്കെ മാറുകയാണ്. എന്റെ വകുപ്പ് ഞാൻ ഭരിച്ചോളാമെന്ന് തുടക്കത്തിലെ തന്നെ ഗണേഷ് വ്യക്തമാക്കി. മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കെന്ന് മുന്നറിയിപ്പ് കൊടുത്തും കഴിഞ്ഞു. ഇപ്പോൾ നടപടിക്ക് കാരണമായ സംഭവം ജനുവരി 9-നായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ CMD എത്തിയപ്പോഴാണ് നെയ്യാറ്റിൻകര കളയിക്കാവിള ബസ് ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന CS 88, അതായത് JN 548 നമ്പർ ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഡ്രൈവർ പരുഷമായി മറുപടി നൽകിയത്. ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത താൽക്കാലിക ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ 20 മിനിറ്റോളം എഞ്ചിൻ ഓഫാക്കാതെ ബസ് സ്റ്റാർട്ട് ചെയ്ത നിലയിലായിരുന്നുവെന്നും കണ്ടെത്തി. വരുമാനത്തിന്റെ 50% തുക ഡീസലിനായി ചെലവാകുന്ന നിലവിലെ സാഹചര്യത്തിൽ 20 മിനിറ്റോളം ബസ് സ്റ്റാർട്ട് ചെയ്ത് ഡീസൽ ദുരുപയോഗം ചെയ്തത് ഒരു നിരുത്തരവാദപരമായ പ്രവൃത്തിയായതുകൊണ്ടാണ് താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടത്. കോർപ്പറേഷന്റെ സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർ ശ്രീജിത്ത് രവി തന്റെയൊപ്പം ജോലി ചെയ്ത താൽക്കാലിക ഡ്രൈവർ ഡീസൽ പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടഞ്ഞില്ല. ഇതിനാണ് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തത്. ബസിന്റെ തകരാർ സംബന്ധിച്ച് ഡ്രൈവറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും യഥാസമയം പരിഹരിക്കാതിരുന്നതിനാണ് K. സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. 3 പേരും ഒരേ തെറ്റാണ് ചെയ്തതെന്നാണ് വിലയിരുത്തൽ. തെറ്റ് ചെയ്താൽ ഉടൻ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. യൂണിയനുകളെയും വിഷമത്തിലാക്കിയിരിക്കുന്നതാണ് ഈ നടപടി. കോർപ്പറേഷൻ പ്രതിമാസം 12 കോടിയോളം രൂപ സ്പെയർ പാർട്സിനായി ചെലവാക്കുന്നുണ്ട്. ഈ ബസിന് ആവശ്യമായ സ്പെയറുകൾ സമയബന്ധിതമായി വരുത്തി തകരാർ പരിഹരിച്ചില്ല. വാഹനങ്ങളുടെ സൂപ്പർ ചെക്ക് നടത്തിയില്ല. കോർപ്പറേഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന തരത്തിൽ യഥാസമയം വാഹന പരിപാലനം നടത്തുന്നതിൽ വീഴ്ച വരുത്തി നഷ്ടമുണ്ടാക്കി എന്നിവ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാലാണ് പാറശാല യൂണിറ്റിൽ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ചാർജ്മാൻ K. സന്തോഷ് കുമാറിനെതിരായ നടപടി. മുമ്പ് ഇത്തരത്തിൽ വിശദമായ നടപടികൾ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഒരു പിഴവുണ്ടായാൽ കാര്യകാരണം കണ്ടെത്തി നടപടികൾ വരുമെന്ന സന്ദേശമാണ് ഗതാഗത മന്ത്രിയും CMDയും നൽകുന്നത്. ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് അനുവദിക്കില്ല. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നിറവേറ്റണമെന്നാണ് ഗതാഗത മന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനം. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷമാണ് 3 പേർക്കെതിരെ നടപടിയെടുക്കുന്നതും. എന്തായാലും ഇതിനെ തുടർന്ന് ഏറെ വിഷമത്തിലാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. യൂണിയനുകളുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് മേലുണ്ടാകും. മാത്രമല്ല
ഇപ്പോൾ റീച്ച് കൂടിയിരിക്കുന്നത് ഗണേഷ് കുമാറിനാണ്. മരുമകൻ മന്ത്രി ഒതുങ്ങി പോവുകയാണ്. റിയാസിന് എന്തായാലും ഗണേഷ് കുമാറിനോട് നല്ല കണ്ണുകടിയുണ്ട് എന്ന് വ്യക്തമാക്കാവുന്നത്. റിയാസിന് എന്തായാലും ഗണേഷിനോട് നല്ല കണ്ണുകടി ഉണ്ടാകുമെന്ന് ഇതിലൂടെ ഉറപ്പാക്കാവുന്നതേ ഉള്ളൂ. നന്ദി.